നീത. ഫുൾ നെയിം നീത രാജീവ്. ഞാനിവിടെ എറണാകുളത്ത് തൃപ്പൂണിത്തുറയിലാണ് എന്റെ വീട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഇൻട്രോ പറയുന്നതിന്റെ കാര്യം എന്താ വെച്ചാല്, നമ്മുടെ ചാനലിൽ പുതിയ സബ്സ്ക്രൈബേഴ്സ് വരുമ്പോ മിക്കവാറും കമന്റ്സ് വരാറുണ്ട്, ചേച്ചിയുടെ പേരെന്താണ്, ചേച്ചിയുടെ വീട് എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ മിക്കവാറും ആളുകൾ ചോദിക്കുന്ന പാലക്കാടാണോ വീട്, തൃശ്ശൂരാണോ വീട് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതെന്റെ ഒരു സംസാര രീതിയുടെ ആ ഒരു ഇതുകൊണ്ടായിരിക്കും അങ്ങനെ ചോദിക്കുന്നത്. പക്ഷെ ഞാൻ തൃപ്പൂണിത്തുറ, എറണാകുളംകാരിയാണ്, തൃപ്പൂണിത്തുറക്കാരിയാണ്. അപ്പോ ഇതറിയാവുന്ന ആളുകൾക്ക് അറിയാട്ടോ എല്ലാവർക്കും എന്റെ ഡീറ്റെയിൽസ്. ഇന്നിപ്പോ ഈ രീതിയിൽ മുടിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ടിരിക്കുന്നത് എന്താന്ന് വെച്ചാല്, മുടി അനുസരണ ഇല്ലാതെ അടങ്ങി ഒതുങ്ങി കിടക്കുന്നില്ല. മുടി ഇങ്ങനെ പറന്നു വരുന്നു, ഒരു അച്ചടക്കമില്ലാത്ത രീതിയിലായി പോകുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനത്തെ ഒരു രീതിയിൽ ഇരിക്കുന്നത്. ഒന്നും വിചാരിക്കരുത്. അപ്പൊ മുടി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്ക് പോയില്ലെങ്കിൽ നമ്മളെ മുടി ഉദ്ദേശിക്കുന്ന രീതിക്ക് കൊണ്ടുപോകാം, അതല്ലേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി ആയിട്ടുള്ള സ്നാക്കാണ്. ഈസി ആയിട്ടുള്ള സ്നാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ആളുകൾ ഈ ഒരു സ്നാക്ക് കഴിച്ചിട്ടുണ്ടാവാം, കുറച്ച് ആളുകൾ കഴിച്ചിട്ടുണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ കാണുമ്പോൾ നമ്മുടെ പരിപ്പ് വട പോലെ ഇരിക്കുന്ന ഒരു മസാല വടയാണ്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുമ്പോൾ പരിപ്പ് തന്നെയാണ്. പിന്നെ ഇതിന്റെ കൂടെ നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസും കൂടി ചേരുമ്പോഴാണ് ഇത് മസാല വടയാവുന്നത്. അപ്പോൾ പരിപ്പ് വട കഴിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി വ്യത്യസ്തമായ ടേസ്റ്റുമാണ്. പക്ഷെ ഉണ്ടാക്കുന്ന രീതിയൊക്കെ ഏകദേശം അതൊക്കെ തന്നെയാണ്. നമ്മൾ ആ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിലുള്ള ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. നമ്മളിപ്പോ ഇത് കടലപ്പരിപ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. മസാല വടയ്ക്ക് എപ്പോഴും നമ്മൾ കടലപ്പരിപ്പാണ് എടുക്കുന്നത്. പക്ഷെ നമ്മൾ പരിപ്പ് വടയ്ക്കാണെങ്കിൽ തോരപ്പരിപ്പോ പീസ് പരിപ്പോ അല്ലെങ്കിൽ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യാറുള്ളത്. അത് പലരും പല രീതിയിലാണ് ചെയ്യാറുള്ളത്. ഞാനും പല രീതിയിൽ ചെയ്ത് നോക്കാറുണ്ട് പരിപ്പ് വട. എല്ലാ പരിപ്പുകളും മിക്സ് ചെയ്തിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ പലതിനും പല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മസാല വടയും ഒരു ഗ്ലാസ് ചായ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വൈകുന്നേരം ചായ കൂടി കഴിയും. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴാണെങ്കിലും അവർക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഈസി റെസിപ്പി. നമ്മുടെ പരിപ്പോട നമ്മൾ എപ്പോഴും ഉണ്ടാക്കാറുള്ളല്ലേ വീടുകളിൽ. അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഈ ഒരു മസാല വട ഉണ്ടാക്കി ഒന്ന് കുട്ടികൾക്ക് കൊടുക്കൂ. മസാല വട എന്ന് പറയുമ്പോൾ ഇത് ഒരു തമിഴ്നാടൻ റെസിപ്പിയാണ്, നമ്മുടെ കേരള റെസിപ്പി അല്ല. കേരളത്തിൽ മസാല വട അധികം ഉണ്ടാക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഷോപ്സിൽ നിന്നൊന്നും വാങ്ങിച്ച് കഴിച്ചിട്ടില്ല. കേരളത്തില് നമ്മൾ തമിഴ്നാട്ടിൽ പോകുമ്പോഴാണ് ഈ മസാല വട കിട്ടുന്നത്. അവിടെ ആകുമ്പോൾ മല്ലിയിലയൊക്കെ ചേർത്തിട്ടാണ് അവര് മസാല വട ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോ മല്ലിയിലയൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മല്ലിയിലൊക്കെ ചേർത്തിട്ട് ചെയ്യാം. അപ്പോൾ ഒരു കപ്പ് പരിപ്പെടുക്കുകയാണെങ്കിൽ ഒരു നമ്മുടെ കൈപ്പിടിക്ക് ഒരു പിടി മല്ലിയില ചേർത്തിട്ടുണ്ടെങ്കിൽ അതാണ് കണക്ക് അതിന്റെ. ഞാനപ്പോ ചേർക്കുന്നില്ലാത്തത് കൊണ്ടാണ് ഇതിന്റെ മല്ലിയിലയുടെ കണക്ക് പറഞ്ഞത്. അതുപോലെ തന്നെ പരിപ്പ് അരയ്ക്കുമ്പോൾ വെള്ളം ചേർത്ത് അരയ്ക്കരുത്. അതാണ് നമ്മൾ പരിപ്പോട ഉണ്ടാക്കുകയാണെങ്കിലും മസാല വട ഉണ്ടാക്കുകയാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം. വെള്ളം ചേർത്ത് അരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വടയാക്കിയിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാൻ പറ്റില്ല. പിന്നെ സാധാരണ നമ്മൾ പരിപ്പോട ഉണ്ടാക്കുന്ന പോലെ വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യണമെന്നൊന്നുമില്ല. ഇതിപ്പോ വെജിറ്റബിൾ ഓയിൽ ആയാലും ഫ്രൈ ചെയ്താൽ മതി. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരള റെസിപ്പി അല്ലാത്തത് കൊണ്ടാണ് ഇതുപോലെ പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മസാല വട റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ മസാല വടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോ ഒരു കപ്പ് കടലപ്പരിപ്പ് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 4 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തതാണ്. അതുപോലെ തന്നെ 1.5 സവോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതൊന്ന് കുറുകെ കട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ തിന്നായിട്ട് മുറിച്ചെടുക്കില്ല, അതുപോലെ മുറിച്ചെടുത്തതാണ്. പിന്നെ കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്. പരിപ്പ് വടയ്ക്കാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പരിപ്പിന്റെ കൂടെ ചേർത്തിട്ട് ഇഞ്ചിയും പച്ചമുളകും എല്ലാം ചേർത്ത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോ മസാല വടയായതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ എല്ലാം കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് മല്ലി, മഞ്ഞൾപ്പൊടി, കായം, പെരിഞ്ജീരകം, ഗരം മസാലപ്പൊടി. ഞാനിപ്പോ ഒരു കപ്പ് കടലപ്പരിപ്പിന് 1 ടീസ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കായവും ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഉപ്പ് വേണം. അതുപോലെ തന്നെ ഈ വട വറുത്ത് എടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ വേണം. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് വറ്റൽമുളക് ചേർത്ത് അരയ്ക്കണം എന്നുണ്ടെങ്കിൽ വറ്റൽമുളക് ചേർത്ത് അരയ്ക്കാം. ഞാനിപ്പോൾ പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ, അത് അരച്ചല്ല എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടാണ് നമ്മുടെ പരിപ്പ് അരയ്ക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിപ്പിന്റെ കൂടെ ചേർത്ത് അരച്ചിട്ടുണ്ടെങ്കിൽ ഇത് അരയാൻ സമയം എടുക്കും. അപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം മിക്സിയുടെ ചെറിയ ജാറിൽ. മിക്സിയുടെ ജാറിലേക്ക് ഞാനിപ്പോൾ മല്ലിയും അതുപോലെ തന്നെ പെരിഞ്ജീരകവും ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് പെരിഞ്ജീരകത്തിന്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇത് ആദ്യം നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ മല്ലിയും പെരിഞ്ജീരകവും. ഇതിലേക്ക് നമുക്ക് കടലപ്പരിപ്പ് ചേർക്കാം.
ഇപ്പോൾ തന്നെ നല്ല പെരിഞ്ജീരകത്തിൻ്റെയും മല്ലിയുടെയും ആ മിക്സ് ആയിട്ടുള്ളൊരു മണം വരുന്നുണ്ട്, നല്ലൊരു മസാല മണം വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കടലപ്പരിപ്പും കൂടി ചേർത്തിട്ടൊന്ന് നമ്മൾ പരിപ്പോടേക്ക് ഒതുക്കിയെടുക്കുന്ന പോലെ തന്നെ നന്നായിട്ട് അരയ്ക്കാതെ ഒതുക്കിയെടുക്കുക. അതായത് പരിപ്പോടയുടെ ഭാഗത്തിലെടുക്കുക. ഞാനിപ്പോൾ കാണിച്ചു തരാം അതെങ്ങനെയാണെന്ന്. ഇതുപോലെ നമ്മൾ ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നന്നായിട്ട് അങ്ങ് അരിഞ്ഞു പോയിട്ടില്ല, എങ്കിലും ആവശ്യത്തിന് അരിഞ്ഞിട്ടുമുണ്ട്. ഈ രീതിയിലാണ് നമ്മൾ പരിപ്പ് വടയ്ക്കും അതുപോലെ തന്നെ മസാല വടയ്ക്കും അരച്ചെടുക്കുന്നത്. പരിപ്പോടെ ആകുമ്പോൾ നമ്മൾ കുറച്ച് പരിപ്പ് അരയ്ക്കാതെ ചേർക്കും, അപ്പോൾ ആ പരിപ്പ് ഇടയ്ക്ക് കടിക്കാൻ കിട്ടും. ഇതിലങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പരിപ്പ് മുഴുവനും അരച്ചെടുത്ത് കഴിഞ്ഞു. ഇതിലേക്ക് നമുക്കിനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കാം. അതുപോലെ തന്നെ പച്ചമുളക് ഞാനിപ്പോൾ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവനുസരിച്ച് പച്ചമുളക് ചേർക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കായം. ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പില ഒന്ന് മുറിച്ച് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവോള. ഇത്രയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പും സവാളയും ചേർന്ന് മിക്സ് ആയി കഴിയുമ്പോൾ സവാളയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വടയുടെ ഭാഗത്തിൽ പരത്തിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വടയ്ക്കുള്ള മിക്സ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. എണ്ണ ചൂടായിട്ട് നമുക്ക് ഉപ്പ് ചേർത്തിട്ട് വട റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കപ്പോൾ മസാല വടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ വീട്ടിലുണ്ടാക്കുമ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് പരിപ്പ് അരച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് ഒരുമിച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വട റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ പരിപ്പോട ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ കൈ ഒന്ന് നനച്ചിട്ട് നമ്മുടെ ഈ ഒരു മിക്സ് എടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടൊക്കെ വട ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് ഒരു സവാളയോ കുറച്ച് മിക്സോ എന്തെങ്കിലും എടുത്തിട്ട് എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് നോക്കാം. കണ്ടോ, കറക്റ്റായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യുക. ഇനി നമ്മൾ നനച്ച ഈ കൈയിലേക്ക് കുറച്ച് മിക്സ് എടുത്ത് വെക്കുക. കൈ നനച്ചില്ലെങ്കിൽ കയ്യിൽ ഒട്ടി പിടിക്കും. അതുകൊണ്ടാണ് കൈ നനയ്ക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏത് വലിപ്പത്തിലുള്ള വടയാണോ വേണ്ടത് ആ വലിപ്പത്തിൽ നമ്മൾ കയ്യിൽ പരത്തിയെടുക്കുക. അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അടുത്തതും ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ കൈ നനച്ചു കൊടുക്കുക. ഓരോ വടയും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യണം. ഇനിയിപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇല്ലെങ്കിൽ മസാല വടയുടെ ഇൻസൈഡ് കുക്കാവില്ല, പുറം മാത്രം നന്നായിട്ട് മൊരിഞ്ഞു വരും. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കുന്നത്. അടുത്ത വടയും റെഡിയായി. അപ്പോൾ നിങ്ങൾക്കിത് ചെറിയ ചെറിയ കുട്ടി കുട്ടി വടകളാക്കിയിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ കുറച്ച് വലിപ്പം കൂട്ടിയിട്ട് ഉണ്ടാക്കണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ വട റെഡിയാക്കി തുടങ്ങുക. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വടയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ ഒരു സൈഡ്. ഇനി നമുക്ക് നമ്മുടെ വട അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാം. അപ്പോൾ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്ന ഐറ്റംസ് ഒന്നും എണ്ണയിലേക്ക് ഇട്ടിട്ട് ഉടനെ തന്നെ തിരിച്ചിടരുത്. അത് പൊട്ടിപ്പോവും. അല്ലെങ്കിൽ ചില സാധനങ്ങളാണെങ്കിൽ കറക്റ്റ് ആ ഷേപ്പ് മിസ്സായി പോവും. നമ്മൾ ഏത് റെസിപ്പിയാണോ ചെയ്യുന്നത് അതനുസരിച്ച് അതിൽ വ്യത്യാസം വരും. അപ്പോൾ എണ്ണയിലേക്ക് ഇട്ടിട്ടൊരു 4-5 സെക്കൻഡ് കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ തിരിച്ചിടുക. അപ്പോൾ നിങ്ങൾക്കിത് തൂരപ്പരിപ്പ് വെച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷെ തൂരപ്പരിപ്പ് വെച്ചിട്ട് ചെയ്യണതിനേക്കാളും പെർഫെക്ഷൻ കൂടുതൽ നമ്മൾ കടലപ്പരിപ്പ് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. പരിപ്പോടെയാണെങ്കിൽ നമ്മൾ തൂരപ്പരിപ്പും കടലപ്പരിപ്പും മിക്സ് ചെയ്തിട്ട് പരിപ്പോടെ ഉണ്ടാക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്തോണ്ടിരിക്കുക. രണ്ട് സൈഡ് നന്നായിട്ട് മൊരിഞ്ഞു വരുന്നത് വരെ. അപ്പോൾ നമ്മളിതിൽ മുളക് പൊടിയോ മുളകോ ചേർക്കാത്തത് കൊണ്ട് പരിപ്പോടയുടെ ആ ഒരു റെഡ് ഷെയ്ഡ് ആയിരിക്കില്ല, ഇതിനൊരു യെല്ലോയിഷ് ഷെയ്ഡ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ആ റെഡ് ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയോ അല്ലെങ്കിൽ വറ്റൽമുളകോ അരച്ച് ചേർക്കാം.
അപ്പോൾ പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പച്ചമുളക് ചേർക്കാതിരിക്കുക. ഇപ്പോൾ നമ്മുടെ വട കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഈ ഒരു കളറാകുമ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഓവറായിട്ട് കുക്കായിട്ട് കയ്പ്പായി പോവും. അപ്പോൾ ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റാണ്. ഇത് പരിപ്പുവട പോലെ തന്നെയാണ്, അധികം എണ്ണയൊന്നും വലിക്കുന്ന ഒരു റെസിപ്പിയൊന്നുമല്ല. നമുക്കൊരു കിച്ചൺ പേപ്പറിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള വട റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇനി മുഴുവനും റെഡിയാക്കട്ടെ. അപ്പോൾ നമ്മുടെ മസാല വടകളെല്ലാം റെഡിയായി. അപ്പോൾ നിങ്ങൾ ഈ ഒരു വലിപ്പത്തിലാണ് വട ഉണ്ടാക്കുന്നതെങ്കിൽ 13 വട ഉണ്ടാവും, 1 കപ്പ് പരിപ്പെടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും വൈകുന്നേരം ചൂട് ചായയുടെയോ കാപ്പിയുടെയോ ഒക്കെ കൂടെ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാല വടയൊക്കെ ഉണ്ടാക്കി കഴിക്കുക. എപ്പോഴും നമ്മൾ പരിപ്പ് വടയല്ലേ കഴിക്കുന്നത്, അപ്പോൾ അതിൽ നിന്നൊരു ചേഞ്ച് ആയിട്ട് മസാല വട ഉണ്ടാക്കി കഴിക്കുക. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴും കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത്. കണ്ടോ, ഇൻസൈഡൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമ്മൾ ആ മഞ്ഞൾപ്പൊടി ഇട്ടതുകൊണ്ട് തന്നെ ലൈറ്റായിട്ടൊരു യെല്ലോ ഷെയ്ഡ് വന്നിട്ടുണ്ട് ഈ വടയ്ക്ക്. അപ്പോൾ ഞാൻ വടയും ചായയൊക്കെ കഴിക്കട്ടെ, നിങ്ങളും ഉണ്ടാക്കി കഴിക്കൂ. ഞാനിന്നിപ്പോൾ ബ്ലാക്ക് കോഫിയാണ് ഉണ്ടാക്കിയത്, ചായ അല്ല. അപ്പോൾ ചായയുടെ കൂടെ ആണെങ്കിലും കോഫിയുടെ കൂടെ ആണെങ്കിലും എല്ലാം നല്ല ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.